എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. പൊതുവേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വെജ് സ്റ്റാർട്ടറാണ് ഗോബി മഞ്ചൂരിയൻ. അപ്പോൾ ഇന്ന് അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഇവിടെ ഞാൻ 200 ഗ്രാം കോളിഫ്ലവറാണ് എടുത്തത്. അത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ, തിളപ്പിച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കഴുകിയതാണ്. നമ്മളെപ്പോഴും കോളിഫ്ലവർ കഴുകുമ്പോൾ ചൂടുവെള്ളത്തിൽ കഴുകുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഇങ്ങനത്തെ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ, അതേ അളവിൽ കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, ഞാനിവിടെ കശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചത്, പിന്നെ ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം സോയ സോസ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ നല്ല കളറിലാണ്, നല്ല ചുവന്ന കളറിലാണ് കിട്ടാറ്. അപ്പോൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെർമിറ്റ് ഫുഡ് കളർ ചേർത്താൽ മതി. പക്ഷേ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മിക്സ് പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം നമുക്ക് വെക്കാം. ഞാനിവിടെ അധികം മാവ് ഉപയോഗിച്ചിട്ടില്ല, കാരണം അധികം മൈദയും കോൺഫ്ലവറൊക്കെ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ മാവിൻ്റെ ഒരു കോട്ടിംഗ് ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരും. അപ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ആ കോളിഫ്ലവറിൻ്റെ യഥാർത്ഥ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ കുറച്ച് പൊടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ കോളിഫ്ലവർ മിക്സ് വെച്ചിട്ട് കുറേ നേരമായി. ഞാനൊരു 15 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അത് ചൂടായ ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഓൾറെഡി എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയതാണ്, അതാണ് ഇങ്ങനെ കുറച്ച് തെറിച്ചത് എണ്ണ. അങ്ങനെ നമുക്ക് എല്ലാ കോളിഫ്ലവർ പീസും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെല്ലാം ചേർത്ത് കൊടുത്തു, നന്നായിട്ട് ഫ്രൈ ആവാൻ തുടങ്ങി. നമ്മൾ ഒരു സൈഡായി കഴിയുമ്പോൾ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് കളർ മാറിയപ്പോൾ നമ്മൾ അടുത്ത സൈഡും മറിച്ചിട്ട് കൊടുത്തു. ഇനി അതും ആവട്ടെ. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. നമ്മളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഗോബി മഞ്ചൂരിയനിലേക്ക് കുറച്ച് സോസുകൾ വേണം. അപ്പോൾ അതിൻ്റെ മിക്സ് ഞാൻ ഇവിടെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസാണ് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം സോയാ സോസ്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര. ഇത്രയും നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ മഞ്ചൂരിയന് വേണ്ടിയിട്ട് സോസും ബാക്കി കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ഉപയോഗിച്ച എണ്ണ തന്നെയാണ്. അത് ചൂടായ ശേഷം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ അടിഭാഗമാണ്, അതായത് വെളുത്ത കളറുള്ള ആ ഒരു ഭാഗമാണ് ഞാൻ അരിഞ്ഞ് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെപ്പർ ചേർക്കുന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ചേർത്താൽ മതി. ഞാനിവിടെ പെപ്പർ ചേർക്കുന്നില്ല. അപ്പം എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതൊന്ന് വാടിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള കുറച്ച് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. സവാള ചേർത്തൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് നമ്മൾ ചേർക്കുന്നത്. അതും ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. ഇതെല്ലാം നമ്മൾ ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയൊരു പച്ചച്ചോയയിൽ റോ ടേസ്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. സവാളയും ക്യാപ്സിക്കവും ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സോസിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ മൊത്തം ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പെപ്പർ ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് പെപ്പറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. സോസ് ചേർത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ എല്ലാം ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. കോളിഫ്ലവറും സോസ് എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കാരണം റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. ഇനി നമ്മളിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, പിന്നെ കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടി ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നല്ല അടിപൊളി ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസ് ആയിട്ട് കാണാം. അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. താങ്ക്